അപ്പോഴത്തെ ഇതാണ് എൻട്രി പോയിൻ്റ്. ഇവിടുന്ന് നമ്മൾ എൻട്രൻസ് മുൻപ് ഇത് സ്കാൻ ചെയ്തായിരുന്നു കയറ്റിക്കൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയില്ല. 10 പേരെയാണ് ഒരു സമയത്ത് കയറ്റി വിടുന്നത്. അതായത് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ, സിഗരറ്റ് വലി, ഇതിൻ്റെ അകത്തെ മോണമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നശിപ്പിക്കുക, അതിനൊക്കെ ഇവിടെ പെനാൽറ്റി ഉണ്ട്. അപ്പോഴത്തെ കേവിൻ്റെ ഒരു എൻട്രി ഭാഗം ഇതാണ്. കടപ്പക്കല്ലുകൾ കൊണ്ട് മനോഹരമായ രീതിയിൽ ഒരു എൻട്രൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ കറണ്ട് ഓഫ് ആവുകയോ വല്ലതും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം. അങ്ങനെ സേഫ്റ്റി പ്രിക്കോഷൻസ് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരി, നമ്മൾ കേവിനുള്ളിലേക്ക് പോവുകയാണ്. ഇവിടെ 2 എൻട്രി കാണാൻ പറ്റും. അതിലൊരു എൻട്രിയിലൂടെയാണ് നമ്മൾ കയറുന്നത്. അപ്പുറത്ത് അത് ഡീപ്പാണ്. അപ്പോൾ കേവിനുള്ളിലേക്ക് ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു സ്ഥലം, കേവിനുള്ളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്കുള്ള നടകളൊക്കെ ഇറങ്ങി പതിയെ ഇങ്ങ് പോകുന്നു. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഇതുണ്ട്, ലൈം സ്റ്റോൺസ് ആണ് മൊത്തം. അപ്പോൾ ലൈം സ്റ്റോണിലാണ്. അതിൽ നിന്നും ഈ വെള്ളം ഇറങ്ങി ഇതിൻ്റെ അടിയിലൂടെ വെള്ളം ഒഴുകി വന്നിട്ട് ഈ പാറകളിൽ ഒഴുകിപ്പോയതാണ്. ഇവിടെ മുൻപൊരു നദി വഴിമാറി ഒഴുകി എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് നരിച്ചീറുകളാണ്. നമ്മൾ ബെല്ല കേവ്സിൽ പോയപ്പോഴും കണ്ട പോലെയുള്ള നരിച്ചീറുകൾ ഇഷ്ടം പോലെയുണ്ട്. അതേത് കേവിൽ ചെന്നാലും കാണാൻ പറ്റും. അപ്പോഴത്തേ നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. ഫുള്ള് കടപ്പക്കല്ല് കൊണ്ടുള്ള കളിയാണ് കേട്ടോ, അത് വിട്ടുള്ള ഒരു കളിയില്ല. അപ്പോഴത്തേ ബെലിം കേവ്സിൻ്റെ ഉള്ളിലേക്കുള്ള വഴി വളരെ മനോഹരം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ട വേറൊരു എൻട്രൻസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സംഭവം ഇതാണ്. അവിടുന്ന് വെട്ടം വരുന്നുണ്ട്. ഇതാണ് ആകെയുള്ള വെട്ടം. ഇനി അങ്ങോട്ട് പോകുന്നത് മുഴുവൻ ലൈറ്റിൻ്റെ വെട്ടത്തിലൂടെയാണ്. ഇതാണ് എൻട്രൻസ്. അതിന് മുമ്പായിട്ട് ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഉള്ളിൽ മുഴുവൻ നരിച്ചീറിൻ്റെ ഇതിൻ്റെ മണമാണ്. അത് സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഇതിൻ്റെ അകത്തോട്ട് വന്നാൽ മതി. അങ്ങനെ നമ്മൾ കേവിനുള്ളിലേക്ക് കയറുകയാണ്. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അകത്തോട്ട് കയറിയപ്പോൾ നല്ലൊരു ചൂട്. ഇത് നാച്ചുറൽ വെട്ടത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഇത് ആർട്ടിഫിഷ്യലാണ്. എന്താ പാറ ഒന്നും തൊടല്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് സിമെൻറ്റ് കൊണ്ട് ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഏരിയകൾ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമെൻറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ചുണ്ണാമ്പ് കല്ലാണ്. അപ്പം നമ്മൾ കേവിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബെലിം കേവ്സ്. വല്ലാത്തൊരു ഏരിയ. 2 നാഷണൽ പെർമിറ്റ് ലോറി കയറിപ്പോവും. ആ രീതിയിലാണ് ഈ എൻട്രൻസ് കിടക്കുന്നത്. ഇനി ഇത് ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടുണ്ട്. അപ്പോഴത്തെ ഞാനിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ പോവുകയാണ്. കുഞ്ഞിയെ കൊണ്ടുവരാൻ ഒരു സാധ്യതയില്ല. ഓ എൻ്റെ ദൈവമേ, കയറിയിട്ട് ആകപ്പാടെ ഒരിത് ഭയങ്കര മൂഡ്. ഒയ്യ്
ഭൂമിക്കടിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസം വരുന്നില്ല. നമ്മൾ ഏതൊരു ഒരു സ്വപ്ന ലോകത്ത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് കയറിയ പോലെയാണ്. ലൈം സ്റ്റോണിൻ്റെ ആ ഒരു ഇതിലെ ഒരു നദി ഒഴുകിയിരുന്നാണ് കേട്ടോ. ഇതിലെ ഒരു നദി ഒഴുകി പൊയ്ക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഈ ലൈം സ്റ്റോൺ മുഴുവൻ പല രീതിയിൽ ഷെയ്പ്പായി ഇതിൻ്റെ അകത്ത് ചുണ്ണാമ്പ് മുഴുവൻ ഒഴിവായി ഇപ്പം അത് ഇങ്ങനെ ഒരു ഗുഹയായി മാറിയതാണ്. അപ്പോൾ ശരി, നമ്മൾ പതിയെ ഉള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തേനും ആദ്യം തന്നെ കാണുന്നത് ലൈം സ്റ്റോണിൽ വെള്ളം ഇറങ്ങിയിട്ട് ഉള്ള ഒരു ആർച്ചാണ്. സിംഹദ്വാരം എന്നാണ് ഇതിന് പേര്. അത് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ വന്ന വഴി അതാണ് കേട്ടോ. ഇതൊക്കെ സിമെൻ്റ് അടിച്ച് അത് പൊട്ടി വീഴാത്ത രീതിയിൽ ഷേപ്പാക്കി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുൻപോട്ട് പോവുകയാണ്. സിംഹദ്വാരം ഉള്ളിലേക്ക് കിടക്കുകയാണ്. ഇതുണ്ട് ലൈം സ്റ്റോണിൻ്റെ ഒരു ഇതുണ്ട്, നല്ല തിളക്കം. ഇടയ്ക്ക് ചുണ്ണാമ്പ് കല്ലിങ്ങനെ ഒഴുകി ഇറങ്ങി കിടക്കുന്നതാണ്. അപ്പോഴത്തെ നമ്മൾ കേവിൻ്റെ ഉള്ളിലോട്ട് ഒരു 10-200 മീറ്റർ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ ഒരു ചെറിയ ഗുഹയാണ് കാണുന്നത്. ഇനി നമ്മൾ താഴോട്ടാണ് ഇറങ്ങേണ്ടത്. ഇപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് വന്നു. ഒരു 2 നില താഴ്ചയുടെ ഒരു അവിടെ നിന്നാണ് ഈ ഗുഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് ഈ ഗുഹയ്ക്കുള്ളത്. ആ വഴിയാണ് ഞാൻ വന്നത്. ആ മുമ്പിൽ കാണുന്ന ആ വെട്ടം കാണുന്നിടത്തൂടെയാണ് കയറി വന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതായി സെറ്റായി. അത് കഴിഞ്ഞ് ഇനി നമ്മൾ മുകളിലേക്ക് കയറി ഇനി താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്കുള്ള വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും വഴികളുണ്ട്. അപ്പോൾ ഏത് വഴിയെ പോകും എന്നുള്ളത്, ഇത് ഔട്ട്, ഇത് എൻട്രി. അപ്പോഴത്തേക്കും ഞാൻ താഴോട്ട് പതിയെ പോവുകയാണ്. ഇവിടെ എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതിലേ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ചെറിയ കല്ലുകളാണ് മൊത്തം. അപ്പോഴത്തെ നമ്മൾ ഇങ്ങോട്ടെത്തി. ഈ വഴി കാണിക്കുന്നത് ഉള്ളിലോട്ടുള്ള വഴിയാണ്. ഒറ്റയ്ക്കാണ് കേട്ടോ, അല്ലാതെ വേറെ എൻ്റെ കൂടെ ആരുമില്ല. പാമ്പോ ചേമ്പോ വഴുതാരയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കല്ലുകളുടെ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഈ ഗുഹ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ. കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന ഗുഹയിലൂടെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോരുവാണ്. ലൈറ്റുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നു. എവിടം വരെ പോകാമെന്ന് നോക്കട്ടെ. ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പാമ്പോ ചേമ്പോ വഴി കിടന്നാൽ അറിയില്ല എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. എൻ്റെ ഷൂവിൻ്റെ സൗണ്ടാണ് കേട്ടോ, മറ്റൊന്നുമല്ല. ആഹാ, അടിപൊളി. പക്ഷെ നല്ല ചൂടായി കേട്ടോ ഇതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ. ഇവിടെ വന്നപ്പോൾ ചൂടായി. അപ്പോൾ ഈ വഴി ഇങ്ങനെ ചുറ്റി വളഞ്ഞിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ധൈര്യം സംഭരിച്ച് ഉള്ള ധൈര്യം പോക്കറ്റിലിട്ട് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ലൈറ്റ് ഇല്ലല്ലോ. ഉണ്ട്. അപ്പുറത്തൊരു വെട്ടം കാണുന്നുണ്ട്, ഒരു വലിയ വെട്ടം. ലൈറ്റാണോ എന്നറിയില്ല. ലൈറ്റ് തന്നെ. ഇവിടുത്തെ ലൈറ്റ് കേടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടം കൊണ്ട് ഈ ഗുഹ തീരുവാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. ഇവിടം കൊണ്ട് തീരുക. ഇവിടെ വരെ ഉള്ളൂ ഇതിൻ്റെ എൻട്രി. അല്ല, മുമ്പോട്ട് കിടക്കുകയാണ് കേട്ടോ. സൈസ് കണ്ടോ? അടിപൊളി. അങ്ങോട്ട് എൻട്രി ഇല്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ബ്ലോവർ ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് ഓക്കെയാണ്. ഇങ്ങോട്ട് നമ്മൾ കുറച്ച് ദൂരം കൂടി അകത്തോട്ട് കയറുവാണ്. എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. വല്ലോ പുലിയോ കടുവയോ ഒക്കെ ഉണ്ടായാലും അറിയില്ല. അപ്പോഴത്തെ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അല്ല, എൻ്റെ ദൈവമേ, എന്നാ രസമാണ്. അയ്യോ, ഞാനൊരു ടേണിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ.
വാട്ടി പൊളി നോക്കി, മാർക്കിങ്ങുകൾ കല്ലിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ പോകുന്നത്. വാ സൂപ്പർ. ഇവിടുന്ന് അങ്ങോട്ട് വഴി കാണിക്കുന്നുണ്ട്. പാ എൻ്റെ അമ്മോ, ഇതുണ്ടോ വഴി കാണിച്ചിരിക്കുന്നത്. അവിടെ ബ്ലോവർ വർക്ക് ചെയ്യുന്ന സൗണ്ടുണ്ട്. ഈ ഗുഹ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി പോകാനുള്ളതാണ് കേട്ടോ. പക്ഷെ അത്ര ഇല്ല, അതിങ്ങനെ ഡീപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഏകദേശം 100-300 മീറ്റർ ഉള്ളിലോട്ട് വന്നു കേട്ടോ. ഈ ചെറിയ നാരോവയിൽ കൂടെ തന്നെ ഞാൻ കുറേ ദൂരം പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്നൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ നരിച്ചീറ് മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് പോകണേൽ ഇച്ചിരി പാടാണ്. മേളിൽ നിന്ന് വെട്ടം കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ബ്ലോവർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോക്ക് ഇച്ചിരി പാടാണ്. നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, കാരണം വെട്ടം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പുറത്ത് വേറൊരു റൂട്ട് കാണിക്കുന്നുണ്ട്, ആ റൂട്ടിലൂടെ പോയി നോക്കാം. മെയിൻ റൂട്ട് അതാണ്. ഇത് ഇച്ചിരി ചങ്കറപ്പുള്ളവർക്ക് കയറി വരാൻ പറ്റത്തുള്ളൂ. ഇത് ഔട്ട് കാണിച്ചിരിക്കുന്നു, ഔട്ട്. അപ്പോൾ ഔട്ട് വഴിയെ നമ്മൾ പോവുകയാണ്. സംഭവം സമ്മതിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത റൂട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ റൂട്ടിൽ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. ആളുകളൊക്കെ കുറേ പേര് മുമ്പോട്ട് പോയിട്ടുണ്ട്. ഞാൻ പുറകോട്ട് നിന്നാണ്, കാരണം അവർ നല്ല ബഹളം വെച്ച് പോകുന്നതുകൊണ്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെ പുതിയ വഴികൾ തേടി ഞാൻ അടുത്ത ഗുഹയ്ക്കകത്തോട്ട് കയറുകയാണ്. ഇവിടെ വന്നപ്പോൾ നല്ല ചൂട്. വെള്ളം പനച്ചിറങ്ങുന്നു കേട്ടോ. ഇത് മുഴുവൻ വെള്ളം പനച്ചിറങ്ങുന്നുണ്ട്. അതാണ് ഈ നല്ല ഗ്ലേസിങ്ങിൽ നിൽക്കുന്നത്. ഉണ്ടോ, വെള്ളം ഒഴുകി ഇറങ്ങുന്നതാണ് മേളിൽ നിന്ന്. ഇത് മുഴുവൻ ആവിച്ച് നിൽക്കുകയാണ്. ഒരു വല്ലാത്ത ഇത് നമ്മളെ ഈ ജിമ്മിലൊക്കെ ആവിക്കകത്തൂടെ നടക്കുന്ന പോലെ, നീരാവിക്കകത്തൂടെ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന പോലെ ഇവിടെ നിന്നാൽ അങ്ങനത്തെ ഒരു സുഖം കിട്ടും. ചൂടും ഈ വെള്ളത്തിൻ്റെ ഇതുകൂടെ കൂടിയിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. കേവിൻ്റെ ഓരോ ടേണിങ്ങിലാണ് നമുക്ക് ലൈറ്റുകൾ കിട്ടുക. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ കല്ലിൽ തട്ടി വീഴാനുള്ള സാധ്യതയുണ്ട്. उधर लाइट है क्या? हाँ लाइट है. ഓക്കെ, അപ്പം എനിക്ക് 2 പേരും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വേറൊരു വഴിയെ കയറുവാണ്. ആഹാ അടിപൊളി. അങ്ങനെ ഒരു ഗുഹയ്ക്കകത്തോട്ടെത്തി. हवा देने के लिए ഇവിടെ ഒരു ബ്ലോവർ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഇറങ്ങിപ്പോകുന്നത് ഒരാൾക്ക് കഷ്ടി വരാവുന്ന ഒരു ഗുഹയാണ് കേട്ടോ. ഒരു ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പറ്റുന്നൊരു ഏരിയയേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ കയറിയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. തലയിടിച്ചു ഒന്ന്. അയ്യോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി ഇനി അങ്ങേ സൈഡിൽ പോയി നോക്കണം. കാരണം അവിടെ പോയ വഴിയിൽ ആളുകൾ തിരിച്ചു പോയോ എന്നെനിക്കറിയില്ല. അപ്പോൾ കേവിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാണ്. ഇവിടുത്തെ ഒരു വിശാലമായ ഏരിയ കേട്ടോ. ഇവിടെ നിന്നാണ് ചെറിയ കേവുകളിലോട്ട്, ആ ഭാഗത്തു നിന്നാണ് കേവുകളിലോട്ടല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ്. മഴക്കാലമാണെങ്കിൽ ഞാൻ മുൻപ് പോയ ആ സൈഡിലൂടെ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ചെറിയ രീതിയിൽ വെള്ളം പനച്ചിറങ്ങുന്നുണ്ട്. കൊത്തിയെടുത്ത പോലെയാണ്, ഈ വരയിട്ടിരിക്കുന്ന പോലെയാണ് കല്ലുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ വെച്ച് ആൾക്കാർ കേക്ക് മുറിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഭക്ഷണമൊന്നും കൊണ്ടുവരില്ലെന്ന് പറഞ്ഞാലും ആരും ശ്രദ്ധിക്കാൻ, ആരും വിലക്കാൻ ആളുകളില്ലെങ്കിൽ പിന്നെ എന്നാ. ഇതെല്ലാം സിമെൻ്റ് അടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
നമ്മുടെ കയ്യിലുള്ള വെട്ടം കൊണ്ടാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. ലൈറ്റുകളൊക്കെ അങ്ങ് അകലെയാണ്. ഇതൊരു വലിയ ഗുഹയാണ്. ഇതിൻ്റെ താഴെ ഒരു വെള്ളത്തിൻ്റെ ഒരു ചാലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കട്ടെ. ചിലപ്പോൾ വവ്വാലിന് വെള്ളം കുടിക്കാനായിരിക്കും. മുമ്പ് ഇവിടെ ഒരു ഫൗണ്ടൻ ആയിരുന്നു കേട്ടോ. ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടോ? ആഹാ, ഓ, എങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കി. ഉണ്ടാക്കി വെച്ചല്ലോ കേട്ടോ, ഉണ്ടായത് എങ്ങനെയാണെന്ന് നോക്കി. ഈ മണ്ണൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ഒരാൾക്ക് കയറിയിരിക്കാം. ഇത് ഇവിടെ അതുപോലെ തന്നെ. അപ്പോഴത്തെ നമ്മൾ പതിയെ വെളിയിലോട്ട് പോവുകയാണ്. ചുണ്ണാമ്പ് കല്ല് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് മറ്റ് ജീവികൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അതായത് പാമ്പോ പഴുതാരയോ അരണയോ ഒന്നും ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ ചുണ്ണാമ്പ് കല്ലായതുകൊണ്ട് അതുങ്ങൾക്ക് ഉരവജീവികൾക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആകെപ്പാടെ ഈ വവ്വാലിന് മാത്രമേ ഉള്ളൂ. അവനെപ്പോൾ വേണേലും എങ്ങോട്ട് വേണേലും പാഞ്ഞു പോകാമല്ലോ. ഇവിടെ സ്പോട്ട് ഫോട്ടോസ് അവൈലബിൾ ആയിരുന്നു മുൻപ്. ഇപ്പോൾ അതൊക്കെ നിർത്തലാക്കി. ഇതിലെ ഒരു ഗുഹ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഗൈഡിനെ ആയിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പോകേണ്ടത്. ഒരു ടോർച്ചൊക്കെ തെളിച്ച് നമ്മുടെ പുറകെ വരും. അപ്പോൾ അതെ, ഇതും ഉള്ളിലോട്ടുള്ള വഴിയാണ്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൈറ്റ് പോയാൽ, അതായത് കറണ്ട് എങ്ങാനും കട്ടായാൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക, എങ്ങോട്ടും മാറരുത്. അപ്പോഴത്തെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ഇതെന്താണ്? ക്യാമറ. ആഹാ, ഇവിടെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. ദേ ഇരിക്കുന്നു ക്യാമറ. ഇങ്ങോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ടെങ്കിൽ അറിയാനാണ്. അയ്യോ, അടിപൊളി. ഇതിനകത്ത് ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് ഇതിൻ്റെ അകത്ത് കയറിപ്പോരാ. ക്യാമറയൊക്കെ ഉണ്ട്. നമ്മളത് കണ്ടുപിടിച്ചു. അത് കറക്റ്റായിട്ട് ആ ഷേപ്പിൽ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് അറിയില്ല. അവിടെ ഒരു പൈപ്പ് ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ നോക്കിയതാണ്. പക്ഷേ ഇതുകൊണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് അതുപോലെ തന്നെ ചെയ്തു വെച്ചതാണ്. പക്ഷെ അത് പൊട്ടിപ്പോയി. ആരോ തല്ലി പൊട്ടിച്ചു. ഇതുണ്ടോ ലൈം സ്റ്റോൺ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ശരി, ഇതിൻ്റെ ഇടയിലൊക്കെ ക്യാമറയുണ്ട് കേട്ടോ. ക്യാമറ ധാരാളമുണ്ട്. അതായത് കുൽസിത പ്രവർത്തിക്കാർ കയറുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്യാമറയൊക്കെ വെച്ചിരിക്കുന്നത്. മണ്ണിൻ്റെ അടിയിലൂടെ പൈപ്പിട്ട് ക്യാമറ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടെയാണ് ക്യാമറയുടെ ജോയിൻറ്റ്. ഇതൊക്കെ ഉള്ളതാണോ ആർക്കറിയാം. അപ്പോഴത്തെ നമ്മൾ ഉള്ളിലോട്ട് അടുത്ത ഏരിയയിലോട്ട് പോവാണ്. നല്ല ലെങ്ത് ഉണ്ട്. ടോർച്ചുള്ളതുകൊണ്ട് അങ്ങ് കയറിപ്പോകാം. അപ്പോൾ പതിയെ കയറിപ്പോകാം. ഇത്രയും ദൂരം ഇരുട്ടത്ത് വേണം പോകാൻ. ഉണ്ടോ, നമ്മൾ ടോർച്ചടിച്ചാണ് പോകുന്നത്. താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ. താഴോട്ടൊക്കെ വഴിയുണ്ട്. ഇതുണ്ടോ, താഴോട്ട് വഴി പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ ഭയങ്കര സംഭവം കേട്ടോ. ഇതുണ്ടോ, രാജകൊട്ടാരത്തിൻ്റെ ഒക്കെ മേൽക്കൂരി അടിച്ചിരിക്കുന്ന പോലെയാണ് ലൈം സ്റ്റോൺ ഇറങ്ങി നിൽക്കുന്നത്. ഇതൊക്കെ വെള്ളം ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. കല്യാണ മണ്ഡപത്തിന് വെള്ളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന പോലെയുണ്ട്. മണ്ഡപം. ഇവിടെയൊക്കെ ഗുഹകളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ അകത്തുകൂടെയൊക്കെ പോകാൻ പറ്റും. കയറി പോകേണ്ടവർക്ക്, സാഹസികത കാണിക്കുന്നവർക്ക്. ഇതുണ്ടോ, ഞാൻ എൻ്റെ കയ്യിൽ ടോർച്ച് അടിച്ചിട്ടാണ് ഈ ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ താഴോട്ട് എത്തിയപ്പോൾ അങ്ങ് അകലെ നമുക്ക് കാണാൻ പറ്റും ലൈറ്റുകളുടെ പ്രളയം. ഇത് കണ്ടോ,
ഇതാണ് ലൈം സ്റ്റോണിൻ്റെ പ്രത്യേകത. വീഴുന്നത് നല്ല ഗ്രിപ്പുള്ള ടൈല് പോലെ ഇരിക്കും. ഇത് കണ്ടോ, നമ്മൾ പാവിങ് ടൈൽ ഇട്ടിരിക്കുന്ന പോലെ അതിങ്ങനെ ബോൾ പോലെ പൊങ്ങി നിൽക്കും. അപ്പോഴത്തെ നമ്മൾ നടന്ന് മറ്റൊരു ഗുഹയ്ക്കകത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് മോനെ കാണാനുള്ളത്. ഇത് കണ്ടോ, ലൈം സ്റ്റോൺ വെള്ളം ഇറങ്ങി നിൽക്കുന്നത്. അടിപൊളി. ആ ചെളിയും മണ്ണും എല്ലാം കൂടി പിടിച്ചിട്ട് നിൽക്കുന്നത് കണ്ടോ, എന്താ മനോഹരം. ഇതൊക്കെ ഇവത്തന്ന് ഇങ്ങനെ കുറേശ്ശെ ഒഴുകി വീണതും പൊട്ടി വീണതും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പതിയെ പോവാണ്. അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ദൂരം നമ്മളിപ്പം സഞ്ചരിച്ച് കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു 1.5 കിലോമീറ്റർ നടന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സിഗരറ്റ് വലിക്കല്ലെന്നൊക്കെ എഴുതി വെച്ചാലും വരുന്നവർ ഭക്ഷണമായിട്ട് വരും, സിഗരറ്റുമായിട്ട് വരും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കേബിളുകളൊക്കെ വിട്ട് കിടക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഇതുണ്ടോ, ഇതെന്നൊക്കെ എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി ചെരുപ്പിടാതെ വരുന്നവർക്ക്. അതൊന്നും ആരും ചെക്ക് ചെയ്യാറില്ല. ഇതുണ്ടോ, ക്രോസ് ചെയ്ത് കേബിൾ കിടക്കുന്നു, സൂക്ഷിച്ചു പോയില്ല പണി കിട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെളിയാണ്. മുഞ്ഞി കുത്തി വീഴാതെ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം, തലയിടിക്കാതെ പോയാൽ നമുക്ക് കൊള്ളാം. ഒയ്യോ, വളരെ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ കൊണ്ട് തീരുകയാണ് കേട്ടോ. ഇതുണ്ടോ, ലൈം മുഴുവൻ ഒഴുകി ഇറങ്ങി മനോഹരമായി നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതുണ്ടോ, വെട്ടയച്ച് കുറച്ചിടാം. നമ്മുടെ ടോർച്ചിൻ്റെ വെട്ടത്തിലാണ് നമ്മളിത് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ മാത്രമേ ഉള്ളൂ അവർ ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. അങ്ങോട്ട് കിടക്കുകയാണ്. ഒന്ന് പോക്കുണ്ടോ, ഇതിൻ്റെ അകത്തൂടെ കയറി പോകണ്ട. ഇതിൻ്റെ അകത്തൂടെ ആൾക്കാർ പോയിട്ടുണ്ട്. അതിൻ്റെ അകത്തൂടെ കേബിളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അകത്തൂടെ ആൾക്കാർ പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ലൈം ഇങ്ങനെ ഒഴുകി ഇറങ്ങി ഓരോ ഇതായിട്ട് നിൽക്കുകയാണ്, തൂണുകൾ പോലെ. ഇവിടുന്ന് ഒരു ഗുഹ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് കല്ലിട്ട് അവരടച്ച്, ഇവിടെ ആരും വീഴാതിരിക്കാൻ വേണ്ടിയായിരിക്കും. മഞ്ഞമ്മൽ ബോയ്സ് പോയി ഗുണാക്കേവിൻ്റെ അകത്ത് വീണ പോലെ പോകാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇവിടെ കല്ല് വെച്ച് അടച്ചിരിക്കുകയാണ്. അപ്പോഴത്തെ നമ്മൾ വെളിയിലോട്ട് പതിയെ പോവാണ്. തലയിടിക്കല്ലേ ദൈവമേ. ഇടിച്ചില്ല, രക്ഷപ്പെട്ടു. പാറ ചവിട്ടി തെന്നി വീഴാതിരുന്നാൽ മതിയായിരുന്നു. അപ്പുറത്ത് മുഴുവൻ ചെളിയാണ്, അതാണ് ഞാൻ ഉള്ളിലോട്ട് പോകാൻ. ഇതുണ്ടോ, ലൈം സ്റ്റോൺ നിൽക്കുന്നത് ഒലിച്ചിറങ്ങി നിൽക്കുകയാണ് കല്ലിൻ്റെ മേളിൽ നിന്ന്. ഇതെല്ലാം സിമെൻ്റ് ഇട്ട് ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ കവർ ചെയ്താണ് ഈ സാധനങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്. ഇതെല്ലാം കല്ലാണ് കേട്ടോ. അതിൽ സിമെൻ്റ് അടിച്ച് കയറ്റിയിരിക്കുന്നതാണ് സംരക്ഷിക്കാൻ വേണ്ടി. ഇതുണ്ടോ, കല്ല് പൊട്ടി നിൽക്കുന്നുണ്ടോ, ലൈം സ്റ്റോൺ പൊട്ടി നിൽക്കുന്നതാണിത്. അടിപൊളി. ഇപ്പോഴാണ് നന്നായിട്ട് വേർത്തത് കേട്ടോ. കാരണം ഈർപ്പം കൂടുതലുണ്ട്, ഹ്യൂമിഡിറ്റിയാണ്. കാരണം ഇവിടെ വെള്ളം ഒഴുകുന്നതാണ്, ഇതേ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വെള്ളം ഒഴുകി നിൽക്കുന്നത് കാണാം. ഈർപ്പം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു ഹ്യൂമിഡിറ്റി ഇതിൻ്റെ അകത്തുള്ളതുകൊണ്ട് നന്നായിട്ട് വേർത്തു. അപ്പോൾ പതിയെ വെളിയിലോട്ട് പോവുകയാണ്. ഇതുണ്ട്, ഇവിടെ ഓരോ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ പോലെയാണ് ലൈം വീണിട്ട് അടിയിൽ ബോളായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ചിലപ്പോൾ ഇവിടെ നേരത്തെ ടച്ചായിട്ട് നിന്നിരുന്നതായിരിക്കും, അതൊക്കെ കാലക്രമേണ പൊട്ടിപ്പോയതായിരിക്കും. അപ്പോഴത്തെ മറ്റൊരു ഏരിയയിലോട്ട് വന്നപ്പോൾ ലൈം സ്റ്റോണിൻ്റെ മനോഹര ദൃശ്യങ്ങൾ. അപ്പം നമ്മളിത് വെളിയിലോട്ട് പതിയെ പോരുവാണ്. ഇനിയുള്ള വഴിയിൽ ലൈറ്റില്ല. ഇവിടെ അനൗൺസ്മെൻറ്റ് സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. കറണ്ട് പോയാൽ അന്നേരം അവർ അനൗൺസ് ചെയ്യും. ആരാണ് മേളിൽ നിന്ന് കൊട്ടുന്നുണ്ടല്ലോ, ആരാണ് കൊട്ടിക്കളിക്കുന്നത്? കാറ്റ് വരുന്നുണ്ട് കേട്ടോ. മേളിൽ എന്തോ പണി നടക്കുന്നതിൻ്റെ കൊട്ടുന്നു. ഇനി ഈ സ്റ്റെപ്പുകൾ കയറിയാൽ നമുക്ക് മുകളിലേക്ക് എത്താം. ഇപ്പം നല്ല പരുവത്തിൽ വേർത്ത് കുളിച്ചിട്ടുണ്ട്. സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ ഇരുനില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റുള്ള ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. കട്ട് ചെയ്ത് നിൽക്കുന്ന
ലൈം സ്റ്റോണുകൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം ഗേറ്റിങ്ങിലോട്ടെത്തി. ഒരു വലിയ ഹോളാണ് കേട്ടോ ഇത്. അതിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതുണ്ടോ, സീലിംഗ് അടിച്ചിരിക്കുന്ന പോലെ. മഴക്കാലത്ത് ഇതിലെ വെള്ളം മുഴുവൻ ചാടുന്നതാണ്. ഇതുകൊണ്ട് ഈ കല്ല് വിട്ട് നിൽക്കുന്നുണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വെട്ടം വരുന്നുണ്ടോ, ഒരു പിടുത്തമില്ലാത്ത കല്ലാണ് ഇത്. അതിൻ്റെ ഇടയിൽ കൂടെ അത് പൊട്ടി താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. ഉണ്ടോ, ആ വെള്ള കളർ കാണുന്നതൊക്കെ വെട്ടം ഇങ്ങോട്ട് കയറി വരുന്നതാണ്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. ഉണ്ടോ, സ്റ്റെപ്പുകൾ കയറി മുകളിലോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങിപ്പോയ മുമ്പേ കണ്ട ആ ഹാളിൻ്റെ ഒരു എൻട്രിയാണ് ഈ കാണുന്നത്. ഇവിടെ ഈ ഒരു ഇതാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം കല്ലുകൾ വിട്ട് നിൽക്കുന്നതാണ്.